ഞങ്ങളെ യുദ്ധം അവസാനിപ്പിക്കില്ല. റഷ്യ യുക്രൈൻ യുദ്ധം ഒരു വർഷത്തിലേക്ക് എത്തുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാക്കുകളാണിത്. പിന്മാറില്ലെന്ന് റഷ്യയും കീഴടങ്ങില്ലെന്ന് യുക്രൈനും ആവർത്തിക്കുമ്പോൾ ഈ യുദ്ധം ഇനിയും നീളുമെന്ന് സാരം. യുദ്ധത്തിന്റെ ശേഷിപ്പെന്നും നിരപരാധികളായ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ തോരാ കണ്ണീരാണ്. റഷ്യ യുക്രൈൻ യുദ്ധം കൊണ്ടെത്തിച്ച ദുരന്തം എത്രത്തോളമാണ് നാശനഷ്ടമെന്ന് നമുക്ക് പരിശോധിക്കാം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ എത്ര പേർ മരിച്ചു എന്നതിനെപ്പറ്റി ഔദ്യോഗിക കണക്കുകൾ ഇതുവരെയും ലഭ്യമല്ല. UN ഉൾപ്പെടെയുള്ള ചില സംഘടനകളുടെ കണക്കുകൾ മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. അങ്ങനെയാണെങ്കിൽ യുക്രൈനിൽ ഇതുവരെ സംഭവിച്ചിരിക്കുന്ന ആൾനാശം നോക്കുമ്പോൾ അത് 7199 എന്നുള്ളതാണ്. യുക്രൈൻ പറയുന്നത് 16,000, പക്ഷേ മറ്റു പഠന റിപ്പോർട്ടുകൾ പ്രകാരം അത് 30,000 വരെയാകാം. കുട്ടികൾ നോക്കുമ്പോൾ 400 കുട്ടികൾക്ക് ഇതിനകം ജീവഹാനി സംഭവിച്ചിരിക്കുന്നു. സൈനിക നാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ മറ്റു വേദനിപ്പിക്കുന്ന ഒരു കാര്യം, 40,000-ഓളം സൈനികരാണ് ഇതുവരെ യുക്രൈനിൽ ഈ യുദ്ധത്തിന്റെ ഭാഗമായി ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഓരോ യുദ്ധത്തിന്റെയും ഏറ്റവും കണ്ണീരണിയിക്കുന്ന വാർത്ത അല്ലെങ്കിൽ കാഴ്ച പലായനം ചെയ്യുന്ന ജനങ്ങളുടെ എണ്ണമാണ്. 1.4 കോടി ജനങ്ങളാണ് യുക്രൈനിൽ ഇതുവരെയും മറ്റ് അയൽ രാജ്യങ്ങളിലേക്കായി പലായനം ചെയ്തിരിക്കുന്നത്. ഒപ്പം കുടിവെള്ളമില്ലാത്തവരുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അത് 1.8 കോടി ജനത കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കുടിവെള്ളം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് യുക്രൈനിലുള്ളത്. ലൈംഗിക അതിക്രമണം, മോഷണം ഉൾപ്പെടെ 65,000-ഓളം അക്രമ പരമ്പരകൾ ഒരു വർഷത്തിനിടെ യുക്രൈനിൽ അരങ്ങേറിയിരിക്കുന്നു. നിരാലംബരാകുന്ന 1.8 കോടി ജനതയാണ് ഇതിൽ ഇപ്പോഴും യുക്രൈനിൽ കഴിയുന്നത്. നമ്മൾ ഈ യുദ്ധത്തിന്റെ ചെലവ് പരിശോധിക്കുമ്പോൾ അത് 1.14 ലക്ഷം കോടി രൂപയാണ്. വീടില്ലാതായത് 35 ലക്ഷത്തോളം ജനങ്ങൾക്കാണ്. ഇങ്ങനെ പൂർണ്ണമായും തകർന്ന യുക്രൈനെ പുനർനിർമ്മിക്കണമെങ്കിൽ ആവശ്യമായി വരുന്ന തുക 3 ലക്ഷം കോടി രൂപയാണ്. ഇതിനകം തന്നെ മറ്റു പല അന്താരാഷ്ട്ര രാജ്യങ്ങളും യുക്രൈന് സഹായവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏകദേശം 91,000 കോടി രൂപയുടെ സഹായമാണ് യുക്രൈനിലേക്ക് എത്തിയിരിക്കുന്നത്. 46 രാജ്യങ്ങൾ ഇതിനകം യുക്രൈന് സഹായവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി റഷ്യയിലേക്കാണ്. റഷ്യയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഉണ്ടായിരിക്കുന്ന സൈനിക നാശം എന്ന് പറയുന്നത് 60,000-ലധികമാണ്. യുദ്ധത്തിലെ ആകെ ചെലവായിരിക്കുന്നത് 67,866 കോടി രൂപയും. പരിക്കേറ്റ സൈനികരുടെ എണ്ണം 1,40,40,000-ആണ്. അതായത് ഈ സൈനികർക്ക് ഇനി ഒരു യുദ്ധത്തിലും പങ്കെടുക്കാൻ പറ്റാത്തവണ്ണം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. ലോകം ഇരുചേരികളായി തിരിയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമ്മൾ കണ്ടത്. ഇരു രാജ്യങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ച് ലോകരാഷ്ട്രങ്ങളെത്തി. യുക്രൈനൊപ്പം നാറ്റോയും യൂറോപ്യൻ യൂണിയനും ഒന്നുചേർന്നപ്പോൾ റഷ്യയ്ക്കും പിന്തുണയുമായി ചൈനയും ഇറാനും ഉത്തര കൊറിയയും ബെലാറസും സിറിയയും എറിത്രയും നേരിട്ട് പിന്തുണ അർപ്പിച്ച് രംഗത്തെത്തി. റഷ്യയും യുക്രൈനും മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളാകെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. ഏതൊരു സമയവും അടുത്ത യുദ്ധമുണ്ടാകാമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടുതന്നെ. അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുമ്പോൾ അണ്വായുധങ്ങൾ ശേഖരിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ന്യൂ സ്റ്റാർട്ട് പദ്ധതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം റഷ്യ പിന്മാറിയതും ഏറെ അപകടകരമായ സാഹചര്യമാണ് മുന്നിൽ കാണുന്നത്. അണിയറയിൽ രൂപപ്പെടുന്ന പുതിയ ചേരികൾ അടുത്ത ലോകയുദ്ധമുണ്ടാക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.